ഒരിക്കൽ കാട് കയറി കിടന്നിരുന്ന ഭൂമിയിൽ ഇന്ന് നിറയെ പൂക്കളും പച്ചക്കറികളും വിളഞ്ഞു നിൽക്കുന്നു. ഓണക്കാല വിളവെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ സഹായത്തോടെ മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ 9 വനിതകൾ ഒരുക്കിയ കൃഷിയിടം നാടിന്റെ ശ്രദ്ധ നേടുകയാണ്. കാട് കയറി കിടന്നിരുന്ന ഏകദേശം 50 സെന്റ് സ്ഥലത്തെ പൂപ്പാടവും പച്ചക്കറിത്തോട്ടവുമായി മാറ്റിയ ഇവരുടെ കൂട്ടായ്മ ഈ വർഷത്തെ മികച്ച കർഷക കൂട്ടായ്മയായി അംഗീകരിക്കപ്പെടുകയും കർഷക ദിനത്തിൽ പഞ്ചായത്തിന്റെ ആദരം ഏറ്റുവാങ്ങുകയും ചെയ്തു. കടുവയിൽ സൗഹൃദ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഹസീന നജീം, ബിഹിജ, ലിജി സജീവ്, നസീമ, നജീമ കബീർ, സജിമി, ഹസീന, സുദീന, റജില എന്നിവർ ചേർന്ന് കൃഷിയൊരുക്കിയത്. ഞാൻ ഖാലിദ് പനവിള, സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ഈ അസോസിയേഷനിൽ ഈ കഴിഞ്ഞ വർഷം വ്യത്യസ്തമായിട്ട് കൃഷിയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അതിനകത്ത് വനിതകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. അതൊരു ഇതുപോലെ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി, അതായത് വർക്കല ബ്ലോക്കിൻ്റെയും മണമ്പൂർ പഞ്ചായത്തിൻ്റെയും സപ്പോർട്ടോടുകൂടി നമ്മളിവിടെ 1500 മൂട് ബന്ദി, അതുപോലെ 50 സെൻറ്റ് സ്ഥലത്ത് മൊത്തമായിട്ട് പച്ചക്കറിയും കൂടെ. പച്ചക്കറി എന്ന് പറയുമ്പോൾ അതിനകത്ത് വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, ചീരയുണ്ട്, പയറുണ്ട്, പിന്നെ തക്കാളി, അങ്ങനെ ഒത്തിരി ഐറ്റങ്ങൾ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ഈ നിൽക്കുന്ന 9 പേരുണ്ട്. 9 പേരും ഇപ്പോൾ സ്ഥലത്തില്ല. അവരുടെ 2 മാസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും അവർക്കാണ്. ഇതിന് നേതൃത്വം കൊടുത്തേക്കുന്നത് വർക്കല അസിസ്റ്റൻറ്റ് ഡയറക്ടർ, കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീ നസീമ ബീവിയാണ്. അവരുടെ ടെക്നിക്കൽ സപ്പോർട്ടിൽ ഇവരിത് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. അതിന് ഗവൺമെൻറ് ഈ വർഷത്തെ മണമ്പൂർ പഞ്ചായത്തിൻ്റെ കാർഷിക കൂട്ടായ്മയുടെ അവാർഡും ഇവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ബന്ദി, വാടാമല്ലി തുടങ്ങിയ പൂക്കൾക്കൊപ്പം വെണ്ട, വഴുതന, തക്കാളി, മുളക്, മീറ്റർ പയർ, വെള്ളരി, ചോളം, ചീര, അമരപ്പയർ തുടങ്ങിയ പച്ചക്കറികളും ശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാനും കൃഷിരീതി നേരിട്ട് കാണാനുമായി നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത്. വനിതാ കൃഷി കൂട്ടായ്മ എന്ന പേരിൽ നമ്മൾ 9 പേർ ചേർന്ന് പൂവനി കൃഷി ആരംഭിക്കുകയും അതിനെ തുടർന്ന് പച്ചക്കറി കൃഷി ആരംഭിക്കുകയും ചെയ്തു. അതുപോലെ പയർ, വെണ്ട, ചീര, വെള്ളരി, മുളക് എന്നീ കൃഷികളും ചെയ്തു. കൃഷി എന്നത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ തരിശും ഉപയോഗശൂന്യമായ ഇടങ്ങളെപ്പോലും ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റാമെന്നും ഈ വനിതകളുടെ കൂട്ടായ്മ തെളിയിക്കുകയാണ്. പരസ്പര സഹകരണവും കഠിനാധ്വാനവും ശാസ്ത്രീയ കൃഷിരീതികളും ഒത്തുചേർന്നതോടെയാണ് 50 സെന്റ് സ്ഥലത്ത് ഈ പച്ചപ്പിന്റെ വിസ്മയം തീർന്നത്. ഓണക്കാലത്തെ പൂക്കളും പച്ചക്കറികളും വിളവെടുക്കാൻ ഒരുങ്ങുമ്പോൾ മണമ്പൂരിന്റെ ഈ കൃഷിയിടം നാട്ടുകാർക്കും പുതുതലമുറയ്ക്കും ഒരുപോലെ പ്രചോദനമാകുകയാണ്. കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വർക്കല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീമ ബീവിയുടെ മേൽനോട്ടത്തിലാണ്. ഞാൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വർക്കല. നമ്മുടെ ഇവിടെ സൗഹൃദ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ 8 വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മളൊരു 50-60 സെൻറ്റിനകത്ത് പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കൃഷി വകുപ്പിൻ്റെയും ധനസഹായത്തോടു കൂടി നമ്മൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുകയും നമ്മൾ പ്രതീക്ഷിച്ചതിലുപരി പൂക്കൃഷി വിളവ് ലഭിക്കുകയും അതുപോലെ തന്നെ പച്ചക്കറിയും എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതിലുപരി നമുക്കതൊരു സക്സസ്സായി വന്നു. ഈ ഒരു കൂട്ടായ്മ ഇവരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ചെയ്യാൻ സന്നദ്ധമായി വന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു 5-ാം വാർഡിൽ കൂടുതൽ സ്ഥലങ്ങൾ ഇതുപോലെ തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് കൂടുതൽ കൃഷി വ്യാപിപ്പിക്കാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതിനെല്ലാം അവർ സന്നദ്ധരായി നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഏതായാലും വലിയൊരു വിജയമാണ് നമ്മുടെ ഈ 5-ാം വാർഡിൽ നമ്മൾ ഈ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാട് കയറിയ ഭൂമിയെ കൃഷിയിടമാക്കി, കൃഷിയെ കൂട്ടായ്മയാക്കി, ആ കൂട്ടായ്മയെ നാടിന്റെ മാതൃകയാക്കി മാറ്റിയ 9 വനിതകളുടെ ഈ ശ്രമം മണമ്പൂരിൽ ശരിക്കും വസന്തം വിരിയിച്ച കൃഷിക്കൂട്ടായ്മയുടെ കഥ തന്നെയാണ്. ഓഗസ്റ്റ് 23-ാം തീയതി ആറ്റിങ്ങൽ MLA ഈ പൂവനി കൃഷിയുടെയും വെജിറ്റബിൾ കൃഷിയുടെയും വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തുന്നു. അതുപോലെ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സന്തോഷും അതിനോടൊപ്പം ഉണ്ടാകും. നമുക്കറിയാം, ഈ സ്ഥലത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പൂന്തോട്ടവും മറ്റും കാണുന്നതിനായിട്ട് നാട്ടിലെ ഒത്തിരി ആൾക്കാർ, അതായത് സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. പല വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇത് കാണുകയും അവരെല്ലാം വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇതുപോലൊരു പ്രത്യേകിച്ചും പൂക്കൃഷി അടുത്ത സ്ഥലത്ത് നടത്തിയിട്ടില്ല എന്നാണ്
എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ളൊരു ആവേശം അത് ആൾക്കാർ വന്ന് പറഞ്ഞത് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ വനിതാ കൂട്ടായ്മ പൂർവാധികം വീണ്ടും ഭംഗിയായിട്ട് തന്നെ ഈ പ്രവൃത്തിയിൽ മുന്നേറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.